ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് ഇച്ചിരി സ്ലോ ആണ്. കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം, അല്ലെ നിങ്ങളൊന്ന് മെസ്സേജ് ഇടണേ, ഞാൻ നോക്കാം. ഓക്കെ മാം. കഴിഞ്ഞ ദിവസം നമ്മള് 2 ബ്ലോക്ക് എങ്ങാണ്ട തീർത്തത്. 4 ബ്ലോക്ക് തീരില്ല. ഞാൻ നേരെ 4th ബ്ലോക്കിലേക്ക് പോവാണ്. അതിൻ്റെ അകത്ത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ALP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതിന്റെ ലാബ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇല്ല എന്നാണ് അറിഞ്ഞത്. തിയറി മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്കൊന്ന് പോകാം. ഷോർട്ടായിട്ട് പറയാം, മാക്സിമം തീർത്തു വിടാം. ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ബ്ലോക്ക് 4 ആണ്. ഇതിനകത്ത് നമ്മൾ ഇവർ പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ്. അതായത് ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം പഠിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബേസിക് കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഏകദേശം ഈ ഒരു കമാൻഡ്സ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. കൂടുതൽ കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പുസ്തകം വായിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഒരു PPTക്കകത്ത് ഉണ്ട്. ഞാൻ ആ PPT വെച്ചിട്ട് പെട്ടെന്ന് തീർക്കാം. അതല്ല, ഈ പറയുന്ന ഇതിൽ എന്നാക്കിയുണ്ടോ അതാണ് ഒരു ചാപ്റ്ററിലുള്ളത്. ബുദ്ധിമുട്ടെന്താ, വായിച്ചാൽ കിട്ടും. നമ്മൾ ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ന്യൂമോണിക് കോഡുകൾ അല്ലെങ്കിൽ നമ്മൾ ചില സിമ്പിൾസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുകയായിരിക്കും. അത് നമ്മളിപ്പോ C = A+B അല്ലെങ്കിൽ റിസൾട്ട് = മാർക്ക് 1 + മാർക്ക് 2 എന്നൊക്കെ നമ്മൾ നേരിട്ട് C ലാംഗ്വേജിലും അല്ലെ പൈത്തൺ പ്രോഗ്രാമിലും ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ എഴുതുന്നു. ഇവിടെ നമ്മൾ ആഡ് A1, A2, R എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന കോഡിനെയാണ് ന്യൂമോണിക് കോഡ് പറയുന്നത്. ഇപ്പൊ സിംബോളിക് നെയിംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇതിനെ നമ്മൾ ന്യൂമോണിക് എന്ന് പറയും. ഇത് ഉപയോഗിച്ചായിരിക്കും അസംബ്ലി. ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? നെറ്റ്വർക്ക് പിന്നെ റെക്കോർഡ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഫ്രീസ് ആവുന്നുണ്ട് അല്ലേ? തൽക്കാലം ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് നോക്കുക, അതിലുള്ള കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ എൻ്റെ വോയിസ് കേൾക്കാമെങ്കിൽ ഇരിക്കാം, നോക്കട്ടെ. ഞാൻ ട്രൈ ചെയ്യാം. തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പറയാം. അപ്പൊ ALP യൂസ് ചെയ്യാനുള്ള കാരണം ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മെഷീൻ ഡെവലപ്പ് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പം ഈ പിക്ചറിനോടൊന്നും പോകുന്നില്ല. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ പഠിക്കുന്ന പ്രോസസർ 8086. ഇപ്പൊ എങ്ങനെയുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം, ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാസ് ഇരുന്നിട്ടില്ല. ഹോസ്റ്റലിൽ നമുക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എബ്രോഡ് സ്റ്റുഡൻസിനൊക്കെ എടുക്കാറുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ.
ഹലോ, ഇത് കേക്കാവോ? ഇപ്പൊ ഓക്കെ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അത്യാവശ്യം സ്പീഡ് കാണിക്കുന്നുണ്ട്. ഷെയർ ചെയ്യുമ്പോഴായിരിക്കും പ്രശ്നം. നോക്കാം. ഗൂഗിൾ മീറ്റിനൊക്കെ ഇത്ര ഡേറ്റയുടെ ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മള് ഇതിന്റെ ഫോർമാറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ കോഡ് എഴുതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ലേബൽ ഉണ്ടാവും. ലേബല്, പിന്നെ അതിന്റെ ഒരു ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് ഓപ്പറേഷൻ കോഡ് എന്താണെന്നുള്ളത്. ഓപ്പ് കോഡ്, പിന്നെ ഓപ്പറേഷൻ, ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഡേറ്റ കൊടുക്കുന്നത് പോലെ 2 സെക്കൻഡ് കഴിഞ്ഞാൽ ശരിയാവും. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇതിൽ ലേബൽ ചോദിച്ചാല് ഇത് കോളം നമുക്ക് ആവശ്യമില്ല. ഈ അസംബ്ലിന് കൊടുക്കുന്ന ഡയറക്ടറിയാണ് സാധാരണ ലേബൽ ഉപയോഗിക്കുന്നത്. ഇനി കോഡ് പറഞ്ഞാൽ ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡിനെയുള്ള ഓപ്പറേഷൻ കോഡ് ആഡ്, ലോഡ്, സ്റ്റോർ അങ്ങനെയൊക്കെ പറയുന്ന പറയുന്നത്. ഇനി ഓപ്പറന്റ് എന്ന് പറഞ്ഞാൽ ഏത് എന്ന് പറഞ്ഞാൽ സെമിക്കോളിന് ശേഷമാണ് മാം ഒത്തിരി ബ്രേക്ക് ആയിട്ട് വരുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മാം പക്ഷെ ഒന്നും കേൾക്കുന്നില്ല, മൊത്തം ബ്രേക്ക് ആയിട്ട് പോവാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒന്നുണ്ട്, പിന്നെ മൊത്തത്തിൽ ബ്രേക്കാ. ഞാൻ ഔട്ട് ചെയ്ത് കയറി നോക്കാൻ പറ്റുന്നു. ഇത് ഇപ്പം കേക്കാവോ? എന്റെ വോയിസ് കേക്കാവോ? അത് കേക്കാം. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം.
ഓക്കെ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആണ് റെഫർ ചെയ്യുന്നെങ്കിൽ റെഫർ ചെയ്തോളാം. ഇപ്പൊ ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഞാൻ ഷെയർ ചെയ്യുമ്പോഴാണ് തോന്നുന്നു പ്രശ്നം. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബ്ലോക്ക് 4ന്റെ 6th പേജ്, 6ാമത്തെ പേജിൽ സെഷൻ 13.3.1 കേൾക്കാമോ പറയുന്നേ? എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്യുമ്പോഴാണ് തോന്നുന്നു. പക്ഷെ ഇപ്പൊ സ്പീഡ് ഉണ്ട്. ഇപ്പം നല്ല വോയിസ് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എനിക്കൊന്ന് ഷെയറിംഗ് കൂടെ എടുക്കത്തില്ലാന്ന് തോന്നുന്നു. കമന്റ്സ് വരെയാണ് പറഞ്ഞു നിന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം, ഇപ്പൊ കേൾക്കാൻ മതി. തീരെ പ്രശ്നമാണെങ്കിൽ എന്നോടൊന്ന് പറയാട്ടോ. നമുക്ക് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ മാക്സിമം സ്പീഡിൽ തീർക്കാം. കാരണം ഇത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യം. ഇവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഇപ്പൊ 8086 എന്ന് പറയുന്ന CPU-ന്റെ ആർക്കിടെക്ചർ ആണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ. ഇതിന് ശരിക്കും 2 പോർഷൻസ് ആണുള്ളത്. ഒരു എക്സിക്യൂഷൻ യൂണിറ്റും ഉണ്ടാവും, ഒരു ബസ് ഇന്റർഫേസ് യൂണിറ്റും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഇതൊരു സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്, അതായത് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന CPU എങ്ങനെയാണോ, അല്ലെ നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെയാണോ അങ്ങനെ പോലെ തന്നെ നമുക്ക് പ്രോഗ്രാംസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ എമൗണ്ട് മെമ്മറി ഉണ്ട്. ആ മെമ്മറിയിലേക്ക് നമുക്ക് നമ്മളുടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ ക്ലീൻ ചെയ്യാം. അതായത് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു കീപാഡും ഒരു പ്രോസസർ യൂണിറ്റ് കൂടിയാണ് കിട്ടുന്നത്. നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സിമുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് പിന്നെ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇതിന് ഡീകോഡ് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, മെമ്മറി ഉണ്ട്, സ്മോൾ സ്റ്റോറേജ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 16 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. 16 ബിറ്റ് മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് സൈക്കിളിൽ അല്ലെങ്കിൽ ഒരു ക്ലോക്ക് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മിനിമം 16 ബിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ 16 ബിറ്റിനെ അറ്റ് എ ടൈം റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 16 ബിറ്റിനെ പ്രോസസ്സ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഇന്റേണൽ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട്, അത് നമ്മൾ മെമ്മറി ഹൈറാർക്കി ഒക്കെ പറഞ്ഞിരുന്നു. ഇന്റേണൽ രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, അങ്ങനെയാണ് ആ ഓർഡർ താഴേക്ക് വരുന്നത്. അപ്പൊ ഈ ഇന്റേണൽ രജിസ്റ്റേഴ്സ് എല്ലാം 16 ബിറ്റ് ആണ്. 16 ബിറ്റ് ലെങ്ത് ഉണ്ട്. പക്ഷെ അതിന് 8 ബിറ്റ് ഉള്ള 2 പാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നതെല്ലാം ടാബ്ലറ്റ് ഫോം ആണ്. ഒരു സെന്റൻസ് പോലും വിട്ടു പോകരുത്. എല്ലാം നിങ്ങൾക്ക് മൊത്തം പോയിന്റ്സ്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഇനി നോക്കില്ല. വായിക്കുമ്പോൾ ഇതൊക്കെ കേട്ട ഒരു ഓർമ്മ വേണം. സ്ക്രീൻഷോട്ട് കിട്ടുമെങ്കിൽ എടുത്തു വെക്കുക. പിന്നെ ഇതിനകത്ത് ബസ്സസ് ഉണ്ട്. ഈ ബസ്സസും അഡ്രസ് ബസ് ഒക്കെ 16 ബിറ്റ് ലെങ്ത് ഉള്ളതാണ്. പിന്നെ 20 ബിറ്റ് ലെങ്ത് ഉള്ളതാണ്. ഡേറ്റ ബസ് 16 ബിറ്റ് ലെങ്ത് ഉള്ളതാണ്. 20 ബിറ്റ് അഡ്രസ് ബസ്. ദാറ്റ് മീൻസ് 1 MB. 1 MB മീൻസ് 2⁻10. 20 2⁻10 എന്ന് പറഞ്ഞാൽ 1 KB. അതിന്റെ 10 ഒരു 10 കൂടെ വരുന്നതാണ് ഏത് 1 MB എന്ന് പറയുന്നത്. അത്രയും ലൊക്കേഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ 2⁻20 എന്ന് പറയുമ്പോൾ അതിന്റെ പവർ 20 ആണ് വന്നത്. അതുകൊണ്ട് 20 ബിറ്റ് വേണം. അത് നമ്മൾ പഠിച്ചതാണ് K-മാപ്പിൽ. പിന്നെ ഇതിനകത്ത് 16 ബിറ്റ് വേർഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഹൗ മെനി ബിറ്റ്സ് ഇറ്റ് ക്യാൻ റീഡ്. ദാറ്റ് മീൻസ് 16 ബിറ്റ് ഈസ് ദ വേർഡ് ലെങ്ത്. ബട്ട് ഹിയർ വേർഡ് മീൻസ് 8 ബിറ്റ്സ്. ഇപ്പൊ 8 ബിറ്റിനെ കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിൽ, അതായത് അടുത്തടുത്ത 2 ലൊക്കേഷനിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. വൈ? കാരണം ഇതിന്റെ ഇന്റേണൽ രജിസ്റ്റേഴ്സ് എല്ലാം 16 ബിറ്റാണ് അല്ലെ. അപ്പൊ ആ 16 ബിറ്റിലേക്ക് ഫുള്ള് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്തടുത്ത 8 ബിറ്റ് ലൊക്കേഷൻസ് വേണം. പിന്നെ ഉള്ളത് പാക്കേജിന് 40 പിൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഒരു 40 പിൻ സർക്യൂട്ട് ആണ്. അതിന്റെ ഫിഗർ ഒക്കെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഈ ഫിഗറും നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ മാം. ഓക്കെ.
അപ്പോൾ ഈ ഒരു ഫിഗർ ഇതേപടി നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം കാണുന്നത് ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ് ഇവിടെ. ഇത് എക്സിക്യൂഷൻ യൂണിറ്റ് ആണ്. കണ്ടോ? അപ്പൊ ഈ ബസ് ഇന്റർഫേസ് യൂണിറ്റിലെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഈ മെമ്മറി ആയിട്ടുള്ള കണക്ഷൻസ് ആണ് കൂടുതൽ വരുന്നത്. എക്സിക്യൂഷൻ യൂണിറ്റിലെ CPU ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റേണൽ എന്താ എക്സിക്യൂഷന്റെ പാർട്ടായിട്ട് വരുന്ന രജിസ്റ്റേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ ഈ ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ ഒരു ES, CS, SS, DS, IP എന്നൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഒരു ബസ് കാണാം. പിന്നെ ഈ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് കുറെ രജിസ്റ്റേഴ്സ് ആണ്. ഈ ലെങ്ത് ആയിട്ട് വരച്ചേക്കുന്നതെല്ലാം രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റർ അറേ എന്ന് നമ്മൾ പറയും. ഇവിടെ രജിസ്റ്റർ അറേ ഉണ്ട്. പിന്നെ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇതിൽ ES എന്ന് പറഞ്ഞാൽ ES, CS, SS ഇതൊക്കെ ഓരോ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പോയിന്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ES എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെഗ്മെന്റ് ആണ്. TS എന്ന് പറഞ്ഞാൽ കോഡ് സെഗ്മെന്റ് ആണ്. SS സ്റ്റാക്ക് സെഗ്മെന്റ് ആണ്. DS ഡെസ്റ്റിനേഷൻ സെഗ്മെന്റ് ആണ്. IP ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ്. ഇങ്ങനെ ഇതിനെല്ലാം ഫുൾ ഫോം ഉണ്ട്. ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം അതേപടി നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഈ ടേം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതെന്താണ്. പിന്നെ ഇനി താഴോട്ട് എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ദാ ഇവിടെ AHAL എന്ന് കിടപ്പുണ്ട്. അത് ശരിക്കും ABCD എന്ന് പറയുന്ന 4 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. Sometimes it works for special purpose, that is for storing the data or storing the register or storing the counter or storing the destination value, something. We will come to that point. But this AH means first or high level 8 bit. AL means low level, lower 8 bit. Okay, so higher 8 bit and lower 8 bit. 8 plus 8, 16. So അപ്പോൾ A എന്നാണ് എടുക്കുന്നതെങ്കിൽ 16 ബിറ്റിനെയും AHAL എന്നാണ് 8 വെച്ച് 2 ബിറ്റുകളെയും ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ BH ഉണ്ട്, BL ഉണ്ട്, CH ഉണ്ട്, CL ഉണ്ട്, DH ഉണ്ട്, DL ഉണ്ട്. പിന്നെ ഇതിനകത്ത് SP ഉണ്ട്, സ്റ്റാക്ക് പോയിന്റർ ഉണ്ട്, BP ദാറ്റ് ഈസ് ബേസ് പോയിന്റർ, SI സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ, DI ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ. ഇങ്ങനെ കുറെ രജിസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെയൊക്കെ ഓപ്പറേഷൻസ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാം. പിന്നെ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. AB 2 ഓപ്പറൻസ് ഇതിലേക്ക് വരുന്നുണ്ട്. കൂടാതെ കൺട്രോൾ സിഗ്നൽസ് വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് കൺട്രോൾ യൂണിറ്റിന് കൺട്രോൾ സിഗ്നൽസ് വരുന്നുണ്ട്. പിന്നെ ഓപ്പറൻസ്, അതായത് നമ്മൾ ഏത് ഡേറ്റയിലാണോ ഇത് പെർഫോം ചെയ്യേണ്ടത് അത് വരുന്നുണ്ട്. പിന്നെ ഫ്ലാഗ്സ്, ഈ ഫ്ലാഗ് എല്ലാം നമുക്ക് ഫെമിലിയർ ആണെന്ന് ഞാൻ ആ പോർഷൻ പഠിപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു വിചാരം. അതായത് ക്യാരി ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, പിന്നെ 0 ഫ്ലാഗ്, ഇങ്ങനെ ഒരു 6 ഫ്ലാഗിനെ പറ്റി പറഞ്ഞിരുന്നു. ഫ്ലാഗ് രജിസ്റ്റേഴ്സിനെ പറ്റിയും പറഞ്ഞിരുന്നു. അപ്പൊ അതുണ്ട്. അപ്പോൾ ആ ഫ്ലാഗ് കൂടെ നോക്കിയിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ വെറുതെ 2 നമ്പർ ആഡ് ചെയ്യുവാണ്. ഇപ്പം 3 + 2 നമുക്ക് ആഡ് ചെയ്യണം. പക്ഷെ അതിന്റെ സൈൻ ഫ്ലാഗ് നോക്കിയപ്പോൾ മൈനസ് ആണ്. അപ്പൊ +2 എന്നുള്ളത് -2 ആവും. അപ്പൊ അഡീഷൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സബ്ട്രാക്ഷൻ ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമ്മൾ പ്ലസ് കൊടുത്താലും അതിന്റെ സബ്ട്രാക്ട് വരുന്ന എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ടായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു കേസാണ് ഇവിടെ വരുന്നത്. പിന്നെ again they explain the figure. They divided into bus interface unit and execution unit. The bus interface unit fetches instruction, read data from the memory and input-output port, and write data into iBarrow ports. That is input-output port. Then the execution unit execute the instruction that have already been fetched by the bus interface unit and tells the bus interface unit where to fetch the instruction or data from, decodes and execute the instruction. ഇപ്പോൾ ഈ ബസ് ഇന്റർഫേസ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രണ്ട് പാരലൽ ടേംസ് ആണ്. ഒന്ന് ഡേറ്റയെ ഫെച്ച് ചെയ്യുന്നു, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൽ ഇന്റർഫേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. അത് ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ബസ് ഓപ്പറേഷൻസ് ഉണ്ട്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്, ഇൻസ്ട്രക്ഷൻ പോയിന്റർ, ഇൻസ്ട്രക്ഷൻ ക്യൂ,
ഇതാണ് ഇൻസ്ട്രക്ഷൻ സ്ട്രീം ബൈറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറഞ്ഞ അവർ പറഞ്ഞേക്കുന്ന സാധനം. ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന ലിറ്ററൽ മീനിങ് തന്നെ ഒരു ഇൻസ്ട്രക്ഷന്റെ സ്ട്രീം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് 1 by 1 ആയിട്ട് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ടാണ് മോസ്റ്റ് പ്രോബബിളി എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇഫ് ഒക്കെ പോലെ ചെറിയ ബ്രാഞ്ചിങ്ങും ലൂപ്പിങ്ങും ഒക്കെ നമുക്ക് പറ്റും. പിന്നെ ബസ് ഇന്റർഫേസ് യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ ക്യൂ ഈസ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അത് പൈപ്പ് ലൈനിങ് അല്ലെങ്കിൽ കാസ്കേഡിങ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് പൈപ്പ് ലൈനിങ് ഒന്നും പറയാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. 3rd ബ്ലോക്കിലാണെന്ന് തോന്നുന്നത് വരുന്നുണ്ട്. പിന്നെ ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ 4 16-bit സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ കണ്ടു. സ്റ്റാക്ക് സെഗ്മെന്റ്, ഡേറ്റ സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. കോഡ് സെഗ്മെന്റ് എന്നൊക്കെ പേര് തന്നിട്ടുണ്ട്. കോഡ് സെഗ്മെന്റ്, ഡേറ്റ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്. ഇത് ആ രജിസ്റ്ററിന്റെ ഒരു സ്ട്രക്ചറാണ്. അതായത് 16-bit രജിസ്റ്റേഴ്സും 9 ഫ്ലാഗ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് പഠിക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ജനറൽ ആയിട്ട് വരുന്നത് 16-bit രജിസ്റ്റർ AX, BX, CX, DX. ഇത് ഓർക്കുന്നുണ്ടോ? എ എന്ന് വെറുതെ പറഞ്ഞാല് 16 ബിറ്റാന്ന് പറഞ്ഞു. അതാണ് അവർ ഈ AX എന്ന് തന്നേക്കുന്നത്. അതിന് 2 8-bit ആയിട്ട് യൂസ് ചെയ്യാം. ഹയർ 8-bit ലോവർ 8-bit. അതായത് AH, AL, BH, BL അങ്ങനെ. പിന്നെ പോയിന്റർ രജിസ്റ്റേഴ്സ് സ്റ്റാക്ക് പോയിന്ററും ഉണ്ട്, ബേസ് പോയിന്ററും ഉണ്ട്. നമ്മൾ ഇതിലൊരു മെമ്മറിക്ക് ഒരു സ്റ്റാക്ക് കൺസെപ്റ്റ് ഒക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. അതുപോലെ ബേസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബേസ് ഇൻഡെക്സ് പറയുന്നത്. പിന്നെ ഒരു 16-bit സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട്. അത് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് പിന്നെ അതായത് നമുക്കിപ്പോൾ കൺസോളിലേക്കോ അല്ലെ പ്രിന്ററിലേക്കോ ഒക്കെ ഡേറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ സെഗ്മെന്റ്സ്, അതായത് നമ്മുടെ ടോട്ടൽ മെമ്മറിയെ നമ്മൾ 1 MB ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അതായത് 10⁻20 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം 1 MB ഉണ്ട് അവിടെ. ആ ഒരു ഡേറ്റയെ, ആ ഒരു എമൗണ്ടിനെ നമ്മൾ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോഡ് സെഗ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനും, ഡേറ്റ സെഗ്മെന്റ് ആ കറസ്പോണ്ടിങ് ഡേറ്റ, ഓപ്പറന്റ്, റിസൾട്ട്, ഇന്റർമീഡിയറ്റ് റിസൾട്ട് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അത്രയും പോർഷൻ ഉപയോഗിക്കും. മെമ്മറിയെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റാക്ക് സെഗ്മെന്റിനെ നമ്മൾ സ്റ്റാക്കായിട്ട് അല്ലെങ്കിൽ ഒരു പുഷ് പോപ്പ് ഓർഗനൈസേഷനിൽ നമ്മൾ മെമ്മറി ഒരു സ്പെഷ്യൽ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് ചില അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റർ ഈ പ്രൊസീജിയേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെ സബ് പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ പോയിന്റർ 16 ബിറ്റ് ആണ്. അതിന് കാരണം അവിടെ അഡ്രസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. സോറി, ഇൻസ്ട്രക്ഷൻ പോയിന്റർ നമ്മൾ സാധാരണ 16 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് കറന്റ് ഇൻസ്ട്രക്ഷനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫ്ലാഗ് 16 ബിറ്റ് ആണ്. അതിൽ 9 എണ്ണേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. 9 ഫ്ലാഗ് 9 എണ്ണമാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി empty ബിറ്റുകളാണ് കൊടുക്കുന്നത്. അതായത് ക്യാരി, സൈൻ, ഓക്സിലറി ക്യാരി, ഓവർഫ്ലോ അങ്ങനെ പറയുന്ന 9 എണ്ണമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി empty ആണ്. അപ്പോൾ ഇതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന്റെ ഒരു ഫിഗർ ആയിട്ട് അവർ തരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് AX അതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഫിഗർ ആണ് AH ഉം AL ഉം. പിന്നെ BX ഉണ്ട്, അത് BH ഉം BL ഉം. CX ഉണ്ട്, അത് CH CL ആക്കുന്നു. DX ആണ്, അത് ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ചില സ്പെഷ്യൽ പർപ്പസുകൾ, ഇതിപ്പം യൂസറിന് ജനറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും A എന്ന് പറഞ്ഞാൽ സിസ്റ്റം അതിനെ അക്യുമുലേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പറന്റ് എയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്പറന്റ് പറഞ്ഞു കൊടുത്താൽ മതി. അതുപോലെ ബേസ് രജിസ്റ്റർ നമ്മൾ അറേസോ അല്ലെങ്കിൽ അറേസ് ആണ് ഇവിടെ കൺസെപ്റ്റ് വരുന്നത്. അറേസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനിങ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് രജിസ്റ്റർ ആണ് പറയുന്നത്. അതുപോലെ CX ഉണ്ട്, കൗണ്ടർ. നമ്മൾ ലൂപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ഒക്കെ പോലത്തെ ലൂപ്പ് ഉണ്ട് ഇവിടെ. പക്ഷെ അത് ഫോറും വൈലും ഒന്നുമല്ല, വെറുതെ ലൂപ്പ് LOOP അങ്ങനെ പറഞ്ഞിട്ടൊരു ലേബിൾ പോലെ കൊടുക്കാറാ പതിവ്. ഇത് ന്യൂമോണിക് കോഡുകളാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. പിന്നെ CX
കൗണ്ടർ ആണ്. ആ ലൂപ്പ് എത്ര തവണ അല്ലെ? നിങ്ങൾ സാറിന് ഫോർ ലൂപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ ഫോർ i equal to 0, i less than or equal to 9 എന്ന് പറഞ്ഞത് 10 ടൈംസ് വർക്ക് ചെയ്യും. ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9ഉം ഐയുടെ ആ ഇനിഷ്യലൈസേഷൻ വാല്യൂവും വരുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആ ലൂപ്പിന്റെ വാല്യൂ 10 ടൈംസ് ആണ് 10 എന്ന് കൊടുക്കും. ഡിക്രിമെന്റ് ചെയ്താണ് വരുന്നത്, ഇൻക്രിമെന്റ് ലൂപ്പ് ഇല്ല. പിന്നെ വരുന്നത് dx, അതായത് നമുക്കിപ്പോ നമ്മളുടെ ഒരു എന്താ ഡേറ്റയെ പ്രിന്റ് ചെയ്യിപ്പിക്കണം, ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ കൺസോളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ മോണിറ്ററിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ DX അല്ലെങ്കിൽ DH DL. ആ ഡേറ്റയുടെ ഒരു ഇതനുസരിച്ച് 8 ബിറ്റ് വേണം 16 ബിറ്റ് വേണം നമുക്ക് തീരുമാനിക്കാം. ഇത്രയും ക്ലിയർ ആണോ? കേട്ടോ ശരിക്കും? Yes, ma'am. ഒന്ന് നിൽക്കുക. ഹലോ, യെസ് മാം, കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഇതൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലൈവ് ആയിട്ടൊക്കെ പഠിപ്പിക്കണം, പിന്നെ ജയിക്കാനുള്ളതെങ്കിലും പറയണം എന്നൊരു ആഗ്രഹം ഉണ്ടാണ്ട് ഈ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. പക്ഷെ കുറച്ച് പറയുമ്പോൾ ഞാൻ നിൽക്കും, അതൊരു വലിയ പ്രശ്നമാണ്. നോക്കാം. അപ്പോൾ ഡേറ്റ രജിസ്റ്റേഴ്സ് ഉണ്ട്, സോറി, നോർമലി യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ടെമ്പററി റിസൾട്ട്, അതായത് ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അവർ വീണ്ടും പറഞ്ഞേക്കുക, 16 ബിറ്റ് ആയിട്ടോ 8 ബിറ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നത്. പിന്നെ ഈ AX എന്ന് പറയുന്ന രജിസ്റ്റർ വേർഡ് മൾട്ടിപ്ലൈ, വേർഡ് ഡിവൈഡ്, വേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. എന്താ ഈ വേർഡ് മൾട്ടിപ്ലൈ എന്നൊക്കെ പറഞ്ഞ് 8 ബിറ്റ് ഉള്ള ഡേറ്റയെ മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് ഉദ്ദേശം. ഇവിടെ ഒരു വേർഡ് എന്ന് പറഞ്ഞ് 8 ബിറ്റാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. 16 ബിറ്റ വരുമ്പോഴാണ്, സോറി, വേർഡ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ 16 ബിറ്റ് AX എന്നാ പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ A എന്ന് പറഞ്ഞ 16 ബിറ്റിനെയാണ് ഇതിനെ എടുക്കുന്നത്. AL എന്ന് പറഞ്ഞ ബൈറ്റ് മൾട്ടിപ്ലൈ, BYTE, അതായത് 8 ബിറ്റ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞ 8 ബിറ്റ് ആണ്. അത് BYTE ആണ്, BITE അല്ല. അപ്പം ഇവിടെ AL ലോവറോ ഹയറോ പറഞ്ഞ് 8 ബിറ്റേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് 8 ബിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യണേ ALഉം AHും എടുക്കാം. പിന്നെ വരുന്നത് BX ആണ്, അത് സ്റ്റോർ അഡ്രസ് ഇൻഫർമേഷൻ. നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷന്റെ അഡ്രസ്സ് വല്ലതും സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. CX 16 ബിറ്റ് ആണ്, 8 ബിറ്റ് ആയിട്ട് പറയുന്നില്ല. ബിയും 8 ബിറ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഈ ബി ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് BL BH എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ ഇതുപോലെ സ്പെഷ്യൽ പർപ്പസിന് അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ CXൽ സ്ട്രിങ് ഓപ്പറേഷൻസ് ഉണ്ട്, ലൂപ്സ് ഉണ്ട്. ഞാൻ മുമ്പേ ലൂപ്പ് കൗണ്ടർ ആയിട്ടും, പിന്നെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാനുണ്ട്. പിന്നെ CL ഉണ്ട്, വേരിയബിൾ ഷിഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ്. അതായത് നമുക്ക് ഷിഫ്റ്റ് റൊട്ടേറ്റ് ഓപ്പറേഷൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ അത് വെച്ചിട്ട് പെർഫോം ചെയ്യുന്നു, അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കാം. DX വേർഡ് മൾട്ടിപ്ലൈ, വേർഡ് ഡിവൈഡ് ആണ് അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു. പിന്നെ പോയിന്റേഴ്സ്, സ്റ്റാക്ക് പോയിന്റർ യൂസ് ചെയ്യുന്നത് ഏത് മെമ്മറി ലൊക്കേഷൻ തൊട്ടാണ് നിങ്ങളുടെ സ്റ്റാക്ക് ബിഗിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാക്കിന്റെ ടോപ്പ് പൊസിഷൻ എവിടെയാണ് എന്ന് വെച്ചാൽ കറന്റ് പൊസിഷൻ ഓഫ് ദ സ്റ്റാക്ക്. ബേസ് പോയിന്റർ ഞാൻ പറഞ്ഞില്ല, അറേ പോലെയുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ബേസ് അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, അതുപോലെ ഡേറ്റ ട്രാൻസ്ഫറിന്റെ സോഴ്സിന്റെ അഡ്രസ്സ്, ഡെസ്റ്റിനേഷന്റെ അഡ്രസ്സ്, ഇൻസെഷൻ പോയിന്റർ, ഇതൊക്കെ ആയിട്ടാണ് ഈ പോയിന്റർ രജിസ്റ്റേഴ്സ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇത് 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഇതിന് ഇപ്പൊ SPH SPL അങ്ങനെയൊന്നുമില്ല. എയ്ക്കും ബിക്കും സിക്കും ഡിക്കും മാത്രമേ അതിനെ 8 ബിറ്റ് ആയിട്ടും 16 ബിറ്റ് ആയിട്ടും ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ബാക്കി ഒന്നിനും പറ്റത്തില്ല. അപ്പൊ ഇവിടെ കണ്ടോ, മൂവ് AH, SI. ഈ SI ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇട്ടേക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു അഡ്രസ് ആണ്, അതിന്റെ സോഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു അഡ്രസ് ആണ്, ഒരു മെമ്മറിയുടെ അഡ്രസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും ആ SIയുടെ കണ്ടന്റ് ഒരു അഡ്രസ് ആണ്. ആ അഡ്രസ്സിൽ പോയിട്ട് നമ്മൾ ഡേറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വരും.
എന്നിട്ട് അത് AHലേക്ക് മൂവ് ചെയ്യാനാണ്. അത് 8 ബിറ്റ് ഡേറ്റ ആവാനാണ് ചാൻസ്. അപ്പോൾ അതിലേക്ക് മൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതാണ് അവർ താഴെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. മൂവ് ദ ബൈറ്റ് means 8 bit. So AH, this 8 bit can be held by AH. It doesn't need A. So move the byte stored in the memory location whose address is contained in register SI to register AH. Address whose address is contained. ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതിന്റെ അഡ്രസ് എവിടെയുണ്ട്? SI-ക്കകത്തുണ്ട്. അപ്പൊ SI-യിൽ ഇരിക്കുന്ന വാല്യൂ അല്ല എടുക്കുന്നത്, SI-യിൽ ഇരിക്കുന്ന അഡ്രസ്സിൽ ഇരിക്കുന്ന വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ സ്റ്റോർ ചെയ്യും. പിന്നെ സ്റ്റാക്ക് പോയിന്ററിന്റെ അകത്ത് പുഷ് പോപ്പ്, അതായത് നമ്മള് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിന്റെ ലിറ്ററൽ മീനിങ് ജസ്റ്റ് ഒന്ന് എടുക്കുക. സ്റ്റാക്ക് ഓഫ് ബുക്സ്, സ്റ്റാക്ക് ഓഫ് കോയിൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കോയിനൊക്കെ അടുക്കി വെച്ചേക്കും. അപ്പൊ അതിലേക്ക് ഒരു കോയിൻ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ മേളിലാണ് കൊണ്ട് ടോപ്പിൽ കൊണ്ട് ആഡ് ചെയ്യും അല്ലെ. അതിൽ നിന്നൊരു കോയിൻ എടുക്കണമെങ്കിൽ നമ്മൾ ടോപ്പിൽ നിന്ന് ഒരു കോയിൻ എടുക്കും. അത് അടയ്ക്കുന്ന വലിക്കോ ഇല്ലല്ലോ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് സ്റ്റാക്കിന്. ഇവിടെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാ, അതായത് അവസാനം എൻ്റർ ചെയ്ത ആൾ ആദ്യം ഔട്ട് ആവും. അപ്പം അതിനെയാണ് നമ്മൾ പുഷ് എന്ന് പറഞ്ഞാൽ പുഷ് എൻ്റർ ഇൻ ടു ദ സ്റ്റാക്കും, പോപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പ് ഔട്ട് ഓഫ് ദ സ്റ്റാക്കുമാണ്. അപ്പം പുഷ് പോപ്പ് 2 ന്യൂമോണിക് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. VP എന്ന് പറഞ്ഞാൽ വിതിൻ വൺ സ്റ്റാക്ക് ദർ മേ ബി സെവറൽ ഡേറ്റ ഏരിയാസ്. അപ്പൊ ബേസ് പോയിന്റർ നമ്മൾ അറേസ് ഒക്കെ പോലെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ SI-യും DI-യും ഉണ്ട്, സോഴ്സ് ഇൻഡെക്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും ആണ്. നോർമൽ കേസിൽ നമുക്ക് സ്ട്രിങ്ങുകൾ ഹാൻഡിൽ ചെയ്യാം. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കൺസിക്യൂട്ടീവ് ക്യാരക്ടേഴ്സ് ആണ്. അത് ശരിക്കും ഒരു അറേയുടെ കൺസെപ്റ്റിലാണ് വരുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷൻ പോയിന്റർ പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് വിതിൻ ദ കറന്റ് കോഡ് സെഗ്മെന്റ്. നമ്മുടെ കോഡ് സെഗ്മെന്റിൽ നമ്മൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, അവിടെ PC എന്ന് പറയും. ആ PCയുടെ ഒരു ചെറിയ ഫോമാണ് ഈ ഇൻസ്ട്രക്ഷൻ പോയിന്റർ എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ ലൊക്കേഷനിലേക്ക് പോകും. പിന്നെ ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്. എക്സിക്യൂഷൻ യൂണിറ്റിലാണ് ഫ്ലാഗ് രജിസ്റ്റർ ഉള്ളത്. ഇതാണ് നമ്മളുടെ ഫ്ലാഗ് രജിസ്റ്റർ. 16 ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ 9 തന്നെ ഉള്ളൂ. ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി, സീറോ, സൈൻ, ഇന്ററപ്റ്റ്, സ്ട്രിങ്, ഓവർഫ്ലോ. ബാക്കി ഈ X എന്നൊക്കെ ഇട്ട് കാണിച്ചേക്കുന്നതെല്ലാം empty ആണ്. ഇതുവരെ അത് ഫില്ലാക്കിയിട്ടില്ല. അപ്പം ഇവർ ആ ഫിഗർ ഒന്നും കൂടെ തന്നേക്കുവാണ് ആ രജിസ്റ്റേഴ്സിന്റെ സൈസ് ഒക്കെ വെച്ചിട്ട്. ഇത്രയും കാര്യമാണ് നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബസ് ഇന്റർഫേസ് യൂണിറ്റ് ഉണ്ട്, അതിന്റെ ഫിഗർ തന്നിട്ടുണ്ട്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ അവർ പുതുതായിട്ട് ആഡ് ചെയ്ത. ഇങ്ങോട്ടേക്കൊന്നും ഒത്തിരി ചാടാൻ നോക്കണ്ട, ഈ ചെറിയ സമയം കൊണ്ട് കിട്ടത്തില്ല. സെഗ്മെന്റ് രജിസ്റ്റർ, ഓഫ്സെറ്റ് രജിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ആ ബേസ് ഇൻഡെക്സും സോഴ്സ് ഇൻഡെക്സും ആണ് കേട്ടോ. പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇതാണ് എക്സിക്യൂഷൻ യൂണിറ്റ്. രജിസ്റ്റർ സെറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ചെക്ക് യുവർ പ്രോഗ്രസ് ഒക്കെ ഒന്ന് പഠിക്കണം. പിന്നെ ഇതിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, 8086ന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർഗനൈസേഷനിലെ ഇൻസ്ട്രക്ഷൻ സെറ്റും എഴുതാം, അല്ലെ അവിടുത്തെ പഠിച്ചാൽ ഇവിടുത്തെ എഴുതാം. അവിടുത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല എന്ന് എനിക്ക് പറയാൻ. അതായത് മൂവ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഒരു CPU നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മിനിമം 3 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എങ്കിലും വേണം. ഡേറ്റ ട്രാൻസ്ഫർ, ഡേറ്റ പ്രോസസ്സിങ്, മിസെല്ലേനിയസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ഈ ഒരു CPU-നും അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് ആദ്യം വരുന്നത്. അപ്പൊ അതിനകത്ത് മൂവ്, എക്സ്ചേഞ്ച്, പുഷ്, പോപ്പ്, ഇതെല്ലാം. ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരിടത്തേക്ക് പോകണം. അപ്പൊ ഇവിടെ മൂവ് നമ്മൾ അവിടെയാണെങ്കിൽ
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കട്ട കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, അതൊരു തരം മൂവ് ആണ്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നത് GUI വെച്ചിട്ടായതുകൊണ്ട് ഇതിന്റെ പുറകെ നടക്കുന്ന ഓപ്പറേഷൻ ഇതാന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിന്റെ വെറൈറ്റിയാണ് അത്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോമിൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം മൂവ് ശരിക്കും പറഞ്ഞാൽ കട്ട് പേസ്റ്റ് ആണ്. അപ്പം കോപ്പി ആണ്. കോപ്പി എന്ന് പറയുമ്പോൾ എന്താ, ഒരു കോപ്പിയാണ് നമ്മൾ അവിടെ മൂവ് ചെയ്യിക്കുക അല്ലെങ്കിൽ മാറ്റുക. അതിന്റെ ഒരു ഒറിജിനൽ ആ കറന്റ് ലൊക്കേഷൻ ഇരിക്കുകയും ചെയ്യും. ഇവിടെ ഇതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ സോഴ്സ് ആണ്. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കായിരിക്കും വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ അതിന് കുറച്ച് മൂവ് DX, 22F 2F1C H എന്ന കൊടുത്തേക്ക് ഹെക്സാഡെസിമൽ വാല്യൂ 2F1C 1 അല്ലേ, അതെ 1C ആണ് കൊടുത്തേക്കുന്നത്. ആ വാല്യൂ DX-ലേക്ക് മൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഈ വാല്യൂവിനെ DX-ലേക്ക് മൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് പുഷ് ഓപ്പറേഷൻസും ഉണ്ട്. പുഷ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വാല്യൂ കൊടുത്താൽ മതി, കാരണം അത് ഓഫ്സെറ്റിലേക്ക് മൂവ് ചെയ്യും. നിങ്ങളുടെ ബുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്, അന്നേരം അവർ പ്രോഗ്രാമിംഗ് അവോയ്ഡ് ചെയ്തു. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഫുള്ള് പ്രോഗ്രാം ഞാൻ പറയേണ്ടി വരും, അതിനുള്ള നേരെയില്ല. ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടതൊക്കെ പറഞ്ഞു. പിന്നെ ഇത് എക്സ്ചേഞ്ച്, ഇതൊക്കെ സാധാരണ ഇതിന്റെയൊക്കെ സിന്റാക്സ് എഴുതാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ക്വസ്റ്റ്യൻ പേപ്പറെ കണ്ടേക്കുന്നത് ഇങ്ങനെയാട്ടോ, ഏതെങ്കിലും 2 ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് അല്ല ഏതെങ്കിലും 2 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും 2 or 3 മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ ഒരു ഇന്ററപ്റ്റ് എഴുതുക, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ XCSG എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിന്റെ ഷോർട്ട് ഫോം ആണ്. ഡെസ്റ്റിനേഷൻ സോഴ്സ് ഉണ്ട്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഈ ന്യൂമോണിക് കോഡുകൾ എന്ന് പറയുന്നത്. പിന്നെ LEA ലോഡ് ഇഫക്റ്റീവ് അഡ്രസ്. ഈ ഇഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ കണ്ടില്ലേ, ഒരു സോഴ്സ് ഇൻഡെക്സിനെ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. നമ്മൾ അഡ്രസ്സിംഗ് മോഡ് അത്ര കാര്യമായിട്ട് പഠിച്ചില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ സപ്പോസ് സമയം പോവും ഇതാന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു 1050 സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും സോഴ്സ് ഇൻഡെക്സിന്റെ അകത്ത്. ഇത് സോഴ്സ് ഇൻഡെക്സ്. ഈ 1050 അല്ല നമ്മൾ എടുക്കുന്നത്, ഈ 1050 ഒരു അഡ്രസ് ആണ്. അപ്പൊ ആ 1050 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 തവണ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ കിട്ടുന്ന ആ ഒരു അഡ്രസ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫ്സെറ്റ് വാല്യൂ ഉണ്ട്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ, നിങ്ങളിപ്പോ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നിൽക്കുവാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് 3ാമത്തെ പേജിലോട്ട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പുസ്തകത്തിന്റെ 3ാമത്തെ പേജിലോട്ട് പോവോ, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 3ാമത്തെ പേജിലോട്ട് പോവോ? നോർമൽ ലോജിക്ക് അനുസരിച്ച് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 3ാമത്തെ പേജിലോട്ട് പോകാനാണ് സാധ്യത, കാരണം ഇപ്പൊ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3rd പേജ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പുസ്തകം അടച്ചു വെച്ചിട്ട് എടുക്കുന്നെങ്കിൽ ശരിയാ, 3rd പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3rd പേജിൽ പോകും. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ ആ സെക്കൻഡ് ചാപ്റ്ററിൽ വന്നു, ഓക്കെ, ദാറ്റ്സ് എ ബേസ് ലൊക്കേഷൻ ഫ്രം there to 3 പേജ്. ആ 3 പേജിനെയാണ് നമ്മൾ ഇവിടെ ഓഫ്സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇന്ന പോർട്ട് അഡ്രസ് ആണ് ഔട്ട്, അത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, ഔട്ട്പുട്ട് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഉള്ളത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ആഡ്, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, നെഗേറ്റ്, സബ്ട്രാക്ട്, ആസ്കി, അഡ്ജസ്റ്റ്, ആഫ്റ്റർ അഡീഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളുണ്ട്. പ്രോഗ്രാമിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചാടും അതിൽ നിന്നൊക്കെ. അല്ലേലും സമയം എത്രയായി? 9:15, പറയാൻ നേരമില്ല. ഇങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ബുക്ക് നല്ല ബുക്കാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ വായിച്ചാൽ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഉണ്ട് സബ് ഡെസ്റ്റിനേഷൻ സോഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. സോറി, ഹലോ
ഹലോ, ആരെങ്കിലും സംസാരിച്ചായിരുന്നോ? ഹലോ, ഇന്ന് നിങ്ങളുടെ അറ്റൻഡൻസ് വന്നിട്ടില്ലല്ലോ. ഓക്കെ, ആരെങ്കിലും സംസാരിച്ചെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് തിരിഞ്ഞില്ല, ഞാനും ഈ ഹെഡ്സെറ്റ് ഇച്ചിരി അയച്ചു വെച്ചേക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മുടെ സാധാരണ ഡിജിറ്റൽ ബിറ്റ് മാനിപ്പുലേഷൻ ആണ് ഇവിടെ ആൻഡോ ഓർ നോട്ട് എക്സോർ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും ഗ്രാഫിക് ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം റാസ്റ്റർ ട്രാൻസ്ഫർമേഷൻ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഷിഫ്റ്റ് ഉണ്ട്, അതായത് ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി, പിന്നെ റൊട്ടേറ്റ് റൈറ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി, അങ്ങനെയൊക്കെ റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി. ഇത് ഓരോന്നും ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഷിഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 2, ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ് ഡിവിഷൻ ബൈ 2, അങ്ങനെയൊക്കെ. നമ്മൾ പറയുന്നത് ഈ ഡെസിമൽ നമ്പേഴ്സിനെ അല്ല, ബൈനറി നമ്പേഴ്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഒരു 2-3 എഴുതാൻ പഠിക്കണം. കോൾ ആൻഡ് റിട്ടേൺ. ഈ കോളൊക്കെ നിങ്ങൾ സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചെങ്കിൽ അറിയാം, അവിടെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. അപ്പം നമ്മൾ ആ പ്രൊസീജിയറിന് പേര്, ഇപ്പൊ സം എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ആണ്, നമ്മൾ അതിന്റെ പേര് എഴുതി കൊടുക്കുകയോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൾ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു സബ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സബ് പ്രോഗ്രാം അതിനെ നമ്മൾ കോൾ ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് വരുന്നത് റിട്ടേൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. RET, റിട്ടേൺ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് അത് പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് ട്രാൻസ്ഫർ എന്ന് വന്നത് മനസ്സിലായല്ലോ. നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന മെയിൻ പ്രോഗ്രാമിൽ നിന്ന് കോള് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സബ് പ്രോഗ്രാമിലേക്ക് ജമ്പ് ചെയ്യും. റിട്ടേൺ വിളിക്കുമ്പോൾ നമ്മൾ വീണ്ടും മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകും. അതാണ് അവിടെ സംഭവിച്ചത്. ഇതുണ്ട് കോൾ പ്രൊസീജിയർ 1. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് കമാൻഡ് അവർ എഴുതാൻ ചോദിച്ചാലും, ചോദിക്കണേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക, കാരണം അതാണ് കുറച്ച് എളുപ്പമുള്ള, നമുക്ക് പെട്ടെന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റും. അത് എഴുതുമ്പോൾ അതിന്റെ സിൻടാക്സ് എഴുതണം, ഒപ്പം ഒരു എക്സാമ്പിളും എഴുതിയേ പോകാവുള്ളൂ. അപ്പൊ അത് എഴുതണം. പിന്നെ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ജമ്പ് നമ്മൾ സാധാരണ ഗോ ടു എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഗോ ടുവില് ലേബലാണ് പറയുക അല്ലെ. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ 2 ടൈപ്പ് ഗോ ടു ഉണ്ട്, ഫോർവേഡ് ഗോ ടു, ബാക്ക്വേർഡ് ഗോ ടു ഉണ്ട് അല്ലെ. സി ഒക്കെ ഇച്ചിരി ഞാൻ മറന്നുപോയി, സോറി. ഇവിടെ ജമ്പ് ലേബൽ ആണ്. JMB എന്ന് പറഞ്ഞ JUMBയുടെ ഷോർട്ട് ഫോം ആണ്. ലേബൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്റ് ആയിരിക്കും. അപ്പൊ ആ ഹിന്റിലേക്ക് അത് ആ ലേബൽ എന്നല്ല അവിടെ എഴുതുന്നത്, അതിന് പകരം എന്തെങ്കിലും X എന്നോ Y എന്നോ XY എന്നോ മൈ ഫയൽ എന്നോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അങ്ങോട്ടേക്ക് അത് ജമ്പ് ചെയ്യും. അപ്പം കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് ജമ്പ് ഇഫ് ക്യാരി. ഇതാണ് ഇഷ്ടം പോലെ പറയുന്നുണ്ട്. JAJNBE ഉണ്ട്. ജമ്പ് ഇഫ് A greater than B or jump if above, jump if not below. JA എന്ന് പറഞ്ഞ jump if above, ഇത് jump if not below. if above എന്ന് പറയുന്നതും not below എന്ന് പറയുന്നതും ഒന്നല്ലേ. അതുപോലെ എല്ലാത്തിനും അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് jump if AX greater than BX, that is above. കണ്ട. Then jump if A equal to or not below. കണ്ട. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ജമ്പ് ചെയ്യുക. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ തരുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജമ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ ഇത് ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മളെല്ലാം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ അത് ബൈനറി വാല്യൂസ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ രജിസ്റ്റർ സൈസോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്ന അത്രയും സൈസിൽ കൂടുതൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇൻകറക്റ്റാണ്. കാരണം മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യും. അപ്പൊ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്തിരിക്കുന്ന കാണുമ്പോഴേ നമ്മൾ മുമ്പ് ഫ്ലാഗ് രജിസ്റ്റർ ഒക്കെ പഠിച്ചു, നമുക്കറിയാം കിട്ടിയേക്കുന്ന റിസൾട്ടിൽ ഓവർഫ്ലോ വന്നിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് അല്ല എന്നുള്ള കാര്യം CPU-ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജംപ് ഇഫ് നെഗറ്റീവ്, ജംപ് ഇഫ് നോട്ട് പോസിറ്റീവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങള്. പിന്നെ ഇവിടെ ലൂപ്പ്, ഇപ്പൊ ലൂപ്പിൽ CX എന്ന് പറയുന്ന രജിസ്റ്റർ ആണ് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് ലേബൽ ആണ്. ലേബൽ എന്ന് പറഞ്ഞാൽ വെൻ CX രജിസ്റ്റർ 0, അതായത് ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പം നമ്മൾ സിക്കകത്തൊക്കെയാണ് ഇൻക്രിമെന്റിങ് ലൂപ്പും ഡിക്രിമെന്റിങ് ലൂപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഡിക്രിമെന്റിങ് ലൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഡിക്രിമെന്റിങ് ലൂപ്പേ ഉള്ളൂ. ഇപ്പൊ 10 ആയിട്ട് CX സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ CX ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത്, ഈ എക്സ് സബ്സ് അല്ല കേട്ടോ, CX അപ്പർ കേസ് ആണ്, അല്ല ലോവർ കേസ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ 2 ലോവർ കേസ് പറയാം, അല്ലെങ്കിൽ 2 അപ്പർ കേസ് പറയാം. അപ്പൊ ഈക്വൽ ടു ആണ് 10 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഇത് റെഡ്യൂസ് ചെയ്ത് 0 വരെ ആവും. അതാണ് അവർ പറഞ്ഞത്. പിന്നെ ലൂപ്പ് ഇസഡ് എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. ലൂപ്പ് ഇഫ് 0 വെൻ എ വാല്യൂ ബീങ് ചെക്ക്ഡ് ഈസ് അൺഈക്വൽ ഓർ വെൻ CX രജിസ്റ്റർ ബിക്കം 0, നോട്ട് ഈക്വൽ ടു ഓർ നോട്ട് 0, ഈക്വൽ ഓർ, അതായത് നമ്മളിപ്പോ ഒരു ലൂപ്പ് ഒരു 10 വെച്ച് കൊടുത്തു, പക്ഷെ നമുക്കിപ്പോ ഒരു 5 വെച്ച് നിർത്തണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈക്വൽ ടു വെച്ച് പറയാം. അങ്ങനെയൊക്കെ കുറെ. ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ കാണിക്കുന്ന പോലെ 4 ബൈൽ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ലൂപ്പ് R കഴിഞ്ഞിട്ടൊരു കോളൻ ആണ് കൊടുക്കുന്നത്. ഇത് 6 ലേബലാ. അപ്പൊ നിങ്ങൾ 6 തുടങ്ങിയിട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതുവരെയുള്ളത് അത്രയും ഭാഗം ഈ ലൂപ്പിൽ വർക്ക് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. നോക്കട്ടെ ഇവിടെ. L1. ഹിയർ L1 ഈസ് ദ ലേബൽ. ലൂപ്പ് L1 എന്നാണ് കൊടുത്തേക്കുന്നത്.
ലൂപ്പ് ഈക്വൽ ടു L1 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ശരിക്കും ഉള്ളതാണോ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഈ ലൂപ്പ് ഈ ഇല്ല കേട്ടോ. ലൂപ്പെന്നേ നമ്മൾ ആ കോഡിനകത്തുള്ളൂ. ഈ എങ്ങനെ വന്നേന്ന് എനിക്കറിയില്ല. ലൂപ്പ് ഈ ഇൻസ്ട്രക്ഷൻ വിൽ ബി യൂസ്ഡ് ബട്ട് പ്രയോ ലൂപ്പ് മതി കേട്ടോ. ഈ വേണ്ട. ലൂപ്പ് L1 എന്ന് പറഞ്ഞാൽ ഈ L1 തൊട്ട് ഈ ലൂപ്പ് കാണുന്നിടം വരെ ഇത്രയും പോർഷൻസ് മൂവ് CX to 40H. 40H എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം ഇത് വർക്ക് ചെയ്യും. അതായത് സോറി 40 ടൈംസ് ഇത് വർക്ക് ചെയ്യും. 40 ടൈംസ് ഇത് വർക്ക് ചെയ്യും. ഈ 40 എന്നുള്ള വാല്യൂ ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആണ്. 4ന്റെ കറസ്പോണ്ടിങ് ബൈനറി, 0യുടെ കറസ്പോണ്ടിങ് ബൈനറി നമ്മൾ CX എന്ന് പറയുന്ന രജിസ്റ്റർ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു. ലൂപ്പിന്റെ കൗണ്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CX എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. H ഹെക്സാഡെസിമൽ വാല്യൂവിനെ കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് ഇൻക്രിമെന്റ് BX എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്. അതായത് നമ്മൾ എവിടുന്നെങ്കിലും ഒരു വാല്യൂ റീഡ് ചെയ്തെടുത്താൽ ആ റീഡ് ചെയ്തെടുക്കുന്ന വാല്യൂവിനെ BX-ൽ, അതായത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂവിനെയൊക്കെ നമ്മൾ BX-ലാണ് കൊണ്ടുവയ്ക്കുന്നത്. എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ അതിനെ DX-ലാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യമുണ്ട്. അപ്പൊ എന്നിട്ടാണ് എന്ത് ചെയ്യും? കമ്പയർ BX 0F0H എന്നാ പറയും. You have array 40 bytes, write an assembly language program to check if these elements have the value 0F0H. അപ്പൊ നിങ്ങളുടെ കയ്യിലൊരു 40 ബൈറ്റുള്ള അറേ ഉണ്ട്. അതിൻ്റെ അകത്ത് 00F0H എന്ന് പറയുന്ന വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വാല്യൂവിനെയും കമ്പയർ ചെയ്യും. CMB എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പൊ എത്ര തവണ അത് വർക്ക് ചെയ്യണം? 40 ബൈറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ 40 ടൈംസ് അത് വർക്ക് ചെയ്യണം. അതിനുള്ള കോഡാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ ഫോർ ലൂപ്പിന്റെ ഒക്കെ ഒരു സ്കെലിറ്റൺ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ വർക്ക്. പിന്നെ സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റിപ്പീറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. REP, റിപ്പീറ്റ് ഇഫ് ഈക്വൽ, റിപ്പീറ്റ് ഇഫ് നോട്ട് ഈക്വൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമാൻഡാണ് യൂസ് ചെയ്യുക. ഇവിടെയും നമുക്ക് കൗണ്ടർ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. CX രജിസ്റ്റർ അത് നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ വാല്യൂ 1 2 3 എന്ന് പറഞ്ഞ് റീഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അത് നമ്മൾ ആ ഓരോ എന്താ പറയാ ലെറ്റേഴ്സും നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. പിന്നെ ഇതാണ് കമ്പയർ ഇൻസ്ട്രക്ഷൻസ്, ലോഡ് ഇൻസ്ട്രക്ഷൻസ് കിടപ്പുണ്ട്, പ്രോസസർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഒരു 2 ഒന്ന് പഠിച്ചു വെക്കണേ. സെറ്റ് ദ ക്യാരി ഫ്ലാഗ്, ക്ലിയർ ദ ക്യാരി ഫ്ലാഗ്, ദെൻ കോംപ്ലിമെന്റ് 1 2. അപ്പൊ എല്ലാ ഇൻസ്ട്രക്ഷനെയും ഒരു 3 4 എണ്ണം എളുപ്പമുള്ളത് നോക്കി പഠിച്ചു നോക്കുക. ഇനി 2 എന്നൊക്കെ പറഞ്ഞ സാധാരണ കണ്ടേക്കുന്ന കേട്ടോ, ഇനി എനിക്കറിയില്ല. പിന്നെ അഡ്രസ്സിംഗ് മോഡ് ഇമ്പോർട്ടന്റ് ആണ്. അത് ഓർഗനൈസേഷന്റെ ബുക്ക് നോക്കി ഒന്ന് പഠിക്കണം. പക്ഷെ എക്സാമ്പിൾ എഴുതുമ്പോൾ ഇവിടുന്ന് എഴുതിയാലും കുഴപ്പമില്ല, അവിടെ നിന്ന് എഴുതിയാലും കുഴപ്പമില്ല. അല്ല, ഇമ്മീഡിയറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നമ്മൾ നേരിട്ട് പറയുവാണ്. അപ്പൊ നമുക്ക് ഈ 45 എന്ന് പറയുന്നത് ശരിക്കും 45 എന്ന് പറയുന്ന വാല്യൂ ആണ്. അല്ലാതെ ഇമ്മീഡിയറ്റ് വാല്യൂ, അല്ലാതെ അതൊരു അഡ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയി ഫെച്ച് ചെയ്യാനോ ഒന്നും പറയുമല്ല. ഇപ്പൊ AL ലോവർ ബിറ്റ് ഓഫ് അല്ലെങ്കിൽ ലോവർ ലൊക്കേഷൻ ഓഫ് AX എന്ന് പറയുന്ന 16, അതിന്റെ ലാസ്റ്റ് 8 ബിറ്റിലേക്ക് 45 സ്റ്റോർ ചെയ്യാനാണ് അവർ പറയുന്നത്. അങ്ങനെ നേരിട്ട് പറയുന്നതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ് എന്ന് പറയുക. AL കോഡ്സിലാണ് A എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ ആസ്കി വാല്യൂ എങ്ങനെയാണോ സിസ്റ്റം റീഡ് ചെയ്യുന്നത് ആ വാല്യൂവിനെ എയിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പറയുക. രജിസ്റ്റർ മോഡിലാണെങ്കിൽ നമ്മൾ ഓപ്പറൻസ് ആയിട്ട് പറയുന്നത് രജിസ്റ്റേഴ്സ് ആയിരിക്കും, ഇന്റേണൽ രജിസ്റ്റേഴ്സ്.
ഇവിടെ ഇത് AX, BX, CX, DX എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളുടെ ബ്ലോക്ക് 3 ഇത് നമ്മൾ പഠിച്ചതല്ലേ? അന്നുള്ളവര് വല്ല ഇന്നുണ്ടോ? ഇത് പഠിച്ചതാ. ഡയറക്റ്റ് അഡ്രസ്സിങ്, രജിസ്റ്റർ അഡ്രസ്സിങ്ങിന്റെ അകത്തുണ്ട്. ഇവിടെ ഇത് R1 എന്നൊക്കെയാ തന്നേക്കുന്നത്. ക്യാപിറ്റൽ R അല്ലേ യൂസ് ചെയ്തേ. ഈ R എന്ന് പറഞ്ഞ രജിസ്റ്റർ, എനി രജിസ്റ്റർ ഫോർ എനി CPU, എനി പ്രോസസർ. ഇവിടെ നമ്മൾ 8086 ആണ് പഠിക്കുന്നത്. അവിടെ നമ്മൾ പേര് കൊടുത്തേക്കുന്നത് ABCD എന്നാണ്. അപ്പൊ അവിടുത്തെ R-നെ മാറ്റിയിട്ട് ഇവര് ABCD ഇട്ടെന്നേ ഉള്ളൂ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ R എന്ന് പറയുന്നതും ഇവിടെ A എന്ന് പറയുന്നതും രജിസ്റ്റർ എന്നുള്ള കൺസെപ്റ്റാ. അതായത് RTL എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ്. അതായത് നമ്മൾ ഇതുപോലെയുള്ള ന്യൂമോണിക് കോഡുകളോ അല്ലെ നമ്മളൊരു CPU ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും. അപ്പൊ ഈ ഡോക്യുമെന്റ് ചെയ്യുന്നത് ഒരു ജനറൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഇന്ത്യക്കാരൻ ഡെവലപ്പ് ചെയ്താലും അമേരിക്കക്കാരൻ ഡെവലപ്പ് ചെയ്താലും മാനുവലി വായിക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവണം. അതിന് കോമൺ ആയിട്ട് കുറച്ച് എന്താ പറയാ റൂൾസ്, നമ്മൾ ഈ DFT ഒക്കെ വരയ്ക്കത്തില്ലേ, ഡേറ്റ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഒക്കെ വരയ്ക്കുമ്പോൾ ചില റൂളുകൾ പറയുന്നത് പോലെ ഇവിടെ ചില റൂളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് അതായത് അപ്പർ കേസ് R എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആണ്, R1, R2, R3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രജിസ്റ്റർ, സെക്കൻഡ് രജിസ്റ്റർ അങ്ങനെ പോകണം. സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് അഡ്രസ് ആണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് അവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. അത് നേരിട്ട് പറഞ്ഞേക്കും. മൂവ് CL, ലൂപ്പ് കൗണ്ടിനെ CL-ലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇമ്മീഡിയറ്റ് കഴിഞ്ഞ് ഡയറക്റ്റ്. അപ്പൊ ലൂപ്പ് കൗണ്ട് ഒരു വാല്യൂ ആണ്. അത് ഇപ്പൊ ഡെസ്റ്റിനേഷനിലേക്ക് ഇരിക്കുന്നെങ്കിൽ അവിടുന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡയറക്റ്റ് അഡ്രസ് ആണെങ്കിൽ ഇതുപോലെ ബേസ് അഡ്രസ്സും ബേസ് പോയിന്ററും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. Then register indirect. In this addressing mode, the register contains the address of the data. അതായത് register indirect, DI within the square bracket. അതുപോലെ തന്നെ ഇവിടെയും കാണും. LD R1. So a accumulator M of R1. R1 is the R1 stores the address, go to that addressed location and store that value to accumulate. അതാണ് അതിന്റെ അർത്ഥം. ദാ ഇവിടെ the register R1 contains 201. That is the memory address is 201. So go to 201. 201-ല് 175, 175 സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പൊ അക്യുമുലേറ്ററിൽ ഏത് വരും? 201 വരുമോ 175 വരുമോ? 175 വരും. ഇഫക്റ്റീവ് അഡ്രസ് 201. മനസ്സിലായോ? രണ്ടും സെയിം തന്നെ അവിടെ ഇവിടെയും പറഞ്ഞേക്കുന്നത്. രണ്ട് ബുക്ക് കൂടെ ഒന്ന് കോമൺ ആയിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ അത് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ കോമൺ ആയിട്ടാണ് അഡ്രസ്സിംഗ് മോഡ് ചോദിക്കുന്നതെങ്കിൽ അപ്പുറത്തെ എക്സാമ്പിൾ എഴുതിയാലും മതി, ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നെ ബേസ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ബേസ് രജിസ്റ്റർ, അതായത് സ്റ്റാർട്ടിംഗ് അഡ്രസ് നമ്മൾ പറയും എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അത് BX+2 എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതായത് 2 ലൊക്കേഷൻ വെച്ച് അടുത്ത ലൊക്കേഷൻ, അതായത് ഇപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്രസ് 2000 ആണ്, നെക്സ്റ്റ് ലൊക്കേഷൻ 2002 ആണ്. അതാണ് +2 എന്ന് കൊടുത്തേക്കുന്നത്. അടുത്തത് 2004 അങ്ങനെ അങ്ങനെ ജമ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു.
ഇൻട്രഡക്ഷൻ ടു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആണ്. ഇതിന് പ്രോസും കോണും ഇതൊന്നും ഞാൻ പറയുന്നില്ല, വായിച്ചോണം. നമ്മൾ സിമുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഐഡന്റിഫയർ കീവേഡ് ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ കീവേഡ് നമ്മൾ സാധാരണ സെഗ്മെന്റ്, ഡയറക്റ്റീവ്, മൂവ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലേബൽ പോലെയുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും നെയിം, വേരിയബിൾ നെയിം അങ്ങനെയൊക്കെ ഉള്ളത്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് പ്രോഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന വാല്യൂസ് ആണ്. പിന്നെ കമന്റ്സ് ഉണ്ട്, ഡിറക്റ്റീവ്സ് ഉണ്ട്, ഹെക്സാദിസ്, പ്രോഗ് ഡയറക്റ്റീവ് അങ്ങനെയൊക്കെ പറയുന്നത്, എൻഡ് ഡയറക്റ്റീവ്, അസ്യൂം ഡയറക്റ്റീവ്. ഈ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ അസംബ്ലറിന് വഴി കാണിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് അവിടെ. ഇപ്പൊ പ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു പ്രൊസീജിയറാണ്, അതായത് സബ് പ്രോഗ്രാം ആണെന്നുള്ള കാര്യം മനസ്സിലാവും. എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ് പ്രൊസീജിയർ എൻഡ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാവും. അസ്യൂം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ശരിക്കും ഒരു ഇത് സിമുലേറ്റർ പ്രോഗ്രാം ഇവര് പറഞ്ഞത്, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് 8086 എഴുതുമല്ലോ. സിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളിപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന PC-യിൽ നമ്മൾ 8086 സോഫ്റ്റ്വെയർ കിട്ടും, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, കുറച്ച് സമയത്തേന് നമ്മളുടെ പ്രോസസ്സറിനെ 8086 ആക്കി നമ്മൾ മാറ്റുന്നു. അപ്പം നമ്മൾ ആ ഒരു മെമ്മറി അവിടുന്ന് ഹോൾഡ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മാറ്റുകയോ ചെയ്യുന്നു. അപ്പം ഈ അസ്യൂം ഡയറക്റ്റീവ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ മെമ്മറിയിൽ ഒരു ഭാഗത്തിനെ കോഡ് സെഗ്മെന്റ്, അസ്യൂം CS കോഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞ CS എന്ന് പറയുന്ന നെയിമിൽ നിങ്ങൾ കൊടുത്തേക്കുന്നത് കോഡ് സെഗ്മെന്റ് ആണ് എന്ന് ഈ സിമുലേറ്റർ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ അസ്യൂം ഡയറക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെഗ്മെന്റ്, ഓരോ സെഗ്മെന്റ് എന്താന്ന് പറയും. കോഡ് സെഗ്മെന്റിൽ നമ്മൾ പ്രോഗ്രാം കോഡാണ് പറയുക. സ്റ്റാക്ക് സെഗ്മെന്റിൽ നമ്മൾ സ്റ്റാക്ക് ആയിട്ട് തന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാറ്റ സെഗ്മെന്റിൽ ഡാറ്റ സ്റ്റോർ ചെയ്യും. ഇനി ഇപ്പൊ ഡാറ്റ ടൈപ്സ് ഇതൊന്ന് നോക്കണം. ഒരു പ്രോഗ്രാമേലും പറയാൻ സമയം കിട്ടുമോ? അതായത് നമ്മൾ സിക്കകത്തൊക്കെ ഇൻഡിജർ, ഡബിൾ, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ DB എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് ആണ്, DW എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ആണ്, ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്, വേർഡ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ്, DD എന്ന് പറഞ്ഞാൽ ഡബിൾ വേർഡ് അങ്ങനെ. പിന്നെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ അറേ പറയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ബൈറ്റ് വെച്ചിട്ടുള്ള 10 ലൊക്കേഷനുള്ള അറേയാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ ഇതിന്റെ ഒരു മീനിങ്. So array data byte 10, then EQU is equal to this constant in CONST, any name. Suppose x equal to 20 നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ x equal to 20 എന്നല്ലേ എഴുതുന്നത്, അതിന് പകരം EQU എന്ന് കൊടുത്താൽ മതി. മനസ്സിലായി? ഒരു വേരിയബിൾ കൊടുക്കാൻ പറ്റും. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട്, ഈ ഒരു വേരിയബിളിനെയും കൊടുത്തേക്കുന്ന കോൺസ്റ്റന്റ് എന്നാണെന്നേ ഉള്ളൂ. പിന്നെ ഇന്ററപ്റ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ എപ്പോഴും ഓർക്കുക, ഒരു സിമുലേറ്റർ പ്രോഗ്രാം അസംബ്ലിയിൽ നമ്മൾ ശരിക്കും അതിനെ കമ്പൈൽ ചെയ്തെടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ററപ്റ്റ് കോൾ ചെയ്യാറുണ്ട്. നമുക്ക് ഹാർഡ്വെയർ ഇന്ററപ്റ്റും സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റും ഉണ്ട്. അപ്പൊ ശരിക്കും റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കീബോർഡോ പ്രിന്ററോ കൺസോളോ ഒക്കെ വിളിക്കും, മോണിറ്ററോ ഒക്കെ വിളിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇന്ററപ്റ്റിനെ വിളിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ് മാത്രമേ ഉള്ളൂ,
ആ ഇന്ററപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് INT എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. അതിനുശേഷം നമ്മളൊരു നമ്പറാണ് സാധാരണഗതിയിൽ പറയുക. പിന്നെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ 3rd ബ്ലോക്കിനെ ബേസ് ചെയ്ത് സാധാരണ വരാറുള്ളതാണ്. എങ്ങനെയാണ് ഒരു ഇന്ററപ്റ്റ് വർക്ക് ചെയ്യുന്നത്, 3rd അല്ല 2nd ബ്ലോക്ക്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇന്ററപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമ്മുടെ DMA ഒക്കെ പഠിക്കുന്നതിന് മുമ്പ്. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ മെയിൻ പ്രോഗ്രാമാണ്, ഒരു കോളിംഗ് പ്രോഗ്രാമാണ്. ഇവിടുന്ന് എപ്പോഴെങ്കിലും ഇതുണ്ട്, ഇവിടെ ഒരു ഇന്ററപ്റ്റ് കോൾ ചെയ്തു. ഇപ്പൊ ഏത് ഇന്ററപ്റ്റ് ആണോ, അതായത് ഇപ്പൊ കൊണ്ട് ഇവിടെ 10H എന്നാ വിളിച്ചത്, അത് അതിന്റെ നമ്പറാണ്. അപ്പൊ ആ 10Hന്റെ കറസ്പോണ്ടിങ് കോഡ് ഇതാ ഇവിടെയുണ്ട്, കണ്ടോ. അപ്പം ഇത് കോഡല്ല, ഇത് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ, അതിന്റെ ഇൻഡെക്സ് ഉണ്ട് കണ്ടോ. അപ്പൊ 10H F005, അതായത് ഇവിടെ 10H F005 അപ്പൊ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് 10H വിളിച്ചു. അപ്പൊ അതിന്റെ ഇൻഡെക്സിൽ പോയി ചെക്ക് ചെയ്തു. അപ്പൊ മനസ്സിലായി ഈ 10Hന്റെ കറസ്പോണ്ടിങ് സർവീസ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 005 മനസ്സിലായി. സോ 005 ജമ്പ് ചെയ്തു. അത് തീർന്നപ്പോൾ ഇന്ററപ്റ്റ് റിട്ടേൺ കൊടുത്തു. അപ്പൊ അത് മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്തു. അപ്പൊ ഇവിടെ ഇൻഡെക്സിൽ പോയി ചെക്ക് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഇൻഡെക്സിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ വഴി വന്നത് എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം തിരിച്ചു പോന്നു. അപ്പൊ ആ കോഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, INT നമ്പർ. ഇവിടെ INT 10H എന്നാണ് വിളിച്ചത്. അതുപോലെ നമ്മൾ ഇവിടെ കുറെ ഇന്ററപ്റ്റുകൾ വിളിക്കുന്നുണ്ട്. നമുക്കിവിടെ ആകെ 21H മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഈ 21Hന്റെ കുറെ കോളുകളുണ്ട്, ഫങ്ഷൻ കോൾ, അതെല്ലാം പഠിക്കണം. അപ്പം അത് ഇന്ററപ്റ്റിന്റെ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് AHലാണ്. അതിനൊരു മാറ്റവും ഇല്ല. അക്യുമുലേറ്ററിന്റെ ഹയർ വാല്യൂ അല്ലെങ്കിൽ AX എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ ഹയർ ഓർഡർ ബിറ്റിൽ മാത്രമേ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ലൂപ്പാണെങ്കിൽ നമുക്ക് CXC മാത്രമേ പറ്റുള്ളൂ. ഔട്ട്പുട്ട് ആണെങ്കിൽ നമുക്ക് DX മാത്രമേ പറ്റുള്ളൂ. ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് BX മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറെ സ്പെഷ്യലൈസേഷൻ ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ AH01H എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 02H ആണെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യുകയും ചെയ്യും, അതിനെ ഓട്ടോമാറ്റിക്കലി തന്നെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. പിന്നെ 08H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 02H എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ റീഡ് ചെയ്യും, അതിനെ ഡിസ്പ്ലേ ചെയ്യും. DL രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യും. 08H എന്ന് പറഞ്ഞാൽ വാല്യൂ റീഡ് ചെയ്ത് അതിനെ എക്കോ ചെയ്യിപ്പിക്കും. അപ്പൊ 1H-ഉം 8H-ഉം റീഡ് ചെയ്യാനാണ്. 1H ആണ് റീഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ, ഇത് റീഡ് ചെയ്ത് അന്നേരം എക്കോ ചെയ്യും. 2H ആണെങ്കിൽ ഓൾറെഡി റീഡ് ചെയ്തിരിക്കുന്ന വാല്യൂവിനെ എന്ത് ചെയ്യും, എക്കോ ചെയ്യിപ്പിക്കും. 9H ആണെങ്കിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. 0H ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റോപ്പ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറെ പ്രോഗ്രാംസ് ഒക്കെ ഇവർ തരുന്നുണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോണില്ല. പകരം ഞാനൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. എക്സിക്യൂട്ട് ചെയ്യുകയല്ല, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്നത്? ഇതൊരു നിങ്ങളുടെ പഴയ ബാച്ചിന്റെ ലാബ് മാനുവലിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. പ്രോഗ്രാം ഇതാണ്. സ്ക്രീൻഷോട്ട് വേണം എടുത്തു വെച്ചോ, ഈ ഒരെണ്ണേ പറയാനുള്ള ഒരു നേരേ ഉള്ളൂ. അതായത് റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 2 numbers
to present two consecutive add two numbers present in two consecutive memory locations and store the result in next memory location. അടുത്ത മെമ്മറി ലൊക്കേഷനിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് പറയുന്നത്. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഡോട്ട് ഉണ്ട് കേട്ടോ. അവിടെ ഡോട്ട് മോഡൽ സ്മോൾ എന്നാണ്. അത് ഈ എന്താ ടാസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമുലേറ്ററിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് ഡോട്ട് മോഡൽ സ്മോൾ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു സിമുലേറ്ററിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ ഈ മോഡൽ സ്മോൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് സമയത്തേന് നമ്മളുടെ മെഷീന് 8086 ആക്കി ഒന്ന് കൺവേർട്ട് ചെയ്യുക. അപ്പം ഈ മെമ്മറിയുടെ മോഡൽ അത് സ്മോൾ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് ഈ ഡോട്ട് മോഡൽ സ്മോൾ എന്ന് പറഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്. അത് കമന്റ് ആണ്, എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയുള്ള എക്സ്പ്ലനേഷൻ ഇതല്ല. പിന്നെ സ്റ്റാക്ക് സെഗ്മെന്റ് പറയാനാണ് ഡോട്ട് സ്റ്റാക്ക്. ഇത് കമ്പൽസറി ആണ്, എല്ലാം ഡോട്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഡോട്ട് സ്റ്റാക്ക്, അപ്പൊ അത് സ്റ്റാക്കാണ്. ഡോട്ട് ഡേറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ ഡിവിഷൻ, ഇപ്പൊ സ്റ്റാക്ക് സെഗ്മെന്റ് കഴിഞ്ഞു, ഇനി ഡേറ്റ സെഗ്മെന്റ് തുടങ്ങി. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് ആഡ് ടു നമ്പേഴ്സ് പ്രസന്റ്. നമ്മൾ റീഡ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അടുത്തടുത്ത ലൊക്കേഷനിൽ ഇരിക്കുന്ന രണ്ട് നമ്പർ ആഡ് ചെയ്ത് റിസൾട്ട് പറയാം, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടോ MSG1 അതൊരു വേരിയബിൾ നെയിമാണ്. നിങ്ങൾക്ക് എന്നാ വേണേലും അവിടെ കൊടുക്കുക. എക്സ് എന്നോ വൈ എന്നോ മൈ മെസ്സേജ് എന്നോ ഗുഡ് മോർണിംഗ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ MSG1 ആണ് ഞാൻ കൊടുത്തത്. അത് DB ഡേറ്റ ബൈറ്റ്. ഓക്കെ, 13,10 എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പൈലർ, ടാസത്തിന്റെ കമ്പൈലർ അനുസരിച്ച് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയുള്ള കോഡാണ് 13,10. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് കോഡ്സിൽ സം ഓഫ് ടു നമ്പർ സ്റ്റോർഡ് ഇൻ മെമ്മറി കഴിഞ്ഞൊരു ഡോളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാണ് കോഡ്സ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡോളർ ഇവിടെ ഒരു സ്ട്രിങ്ങിന്റെ എൻഡിനെ കാണിക്കാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഏത് സ്ട്രിങ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഡോളർ കൊടുക്കണം. സ്ട്രിങ് അല്ലെ മെസ്സേജ് ഒക്കെ വെൽക്കം ടു LP പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ട് ഡോളർ കാണുമ്പോഴാണ് ആ മെസ്സേജ് തീർന്നു എന്ന് മനസ്സിലാവും. ഓക്കെ, സോ MSG1 എന്ന് പറഞ്ഞാൽ മെസ്സേജ് സ്റ്റോർ ചെയ്ത് വെച്ചു. num1 DB ഡേറ്റ ബൈറ്റ് ആണ്. 20H എന്ന് പറഞ്ഞാൽ num1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 20H അസൈൻ ചെയ്തു. num2 DB 15H എന്ന് പറഞ്ഞാൽ 15H എന്ന് പറയുന്ന വാല്യൂ num2വിലും സ്റ്റോർ ചെയ്തു. സം DB കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. സം ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഡോട്ട് കോഡ് എന്ന് പറഞ്ഞാൽ കോഡ് സെഗ്മെന്റ് ആണ്. കോഡ് സെഗ്മെന്റിന്റെ ഡിക്ലറേഷൻ ആണ് അവിടെ വന്നേക്കുന്നത്. ഡോട്ട് കോഡ് എന്ന് പറയും. പിന്നെ വരുന്നത് മെയിൻ പ്രോക്ക് ഉണ്ടോ. മെയിൻ എന്ന് പറയുന്നത് എൻ്റെ സബ് പ്രോഗ്രാമിന്റെ പേരാണ്. അതായത് കോഡ് ഡിവിഷനിൽ ഞാനൊരു പ്രോഗ്രാം ഡിഫൈൻ ചെയ്തു. ഡോട്ട് കോഡ് എന്ന് പറഞ്ഞ് ഞാൻ കോഡ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. മെയിൻ പിന്നെ പ്രോക്ക് എന്ന് പറയുന്ന കീവേഡ്, അതായത് ഒരു പ്രൊസീജിയർ ആണെന്ന് ഞാൻ പറയുക. ഇനിയുള്ളതൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. മൂവ് AX, at ഡേറ്റ, അതായത് ഡേറ്റ സെഗ്മെന്റിന്റെ ബിഗിനിങ് വാല്യൂ ഞാൻ AXലേക്ക് മൂവ് ചെയ്തു. അത് AXലോട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മൂവ് AX, at ഡേറ്റ, ഡേറ്റ സെഗ്മെന്റിന്റെ വാല്യൂ ഞാൻ AX രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ അത് എന്ത് പറ്റി, ഡേറ്റ സെഗ്മെന്റിന്റെ വാല്യൂ മൂവ് ചെയ്ത് അത് ഇനിഷ്യലൈസ് ചെയ്തു. എന്നുവെച്ചാൽ ഡേറ്റ റീഡ് ചെയ്യാൻ റെഡിയായി. ഇനി എന്തോന്നാ AX, DS. ഈ AXലേക്ക് ഇനി അടുത്ത വാല്യൂ വരും. അതുകൊണ്ട് അതിനെ ഞാൻ ഡെസ്റ്റിനേഷൻ സെഗ്മെന്റ് രജിസ്റ്ററിലേക്ക് മാറ്റി, AXനെ DSലേക്ക് മാറ്റി. അല്ലെ അത് ഓവർറൈറ്റ് ചെയ്ത് പോവും. ഇവിടെ ഓവർറൈറ്റ് ചെയ്യത്തില്ല, ഇവിടെ ഓവർറൈറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്പർ 1 മാറ്റിയിട്ടുണ്ട്. പിന്നെയോ മൂവ് നമ്പർ 1 to AL. നമ്പർ 1നെ ALലേക്ക് മൂവ് ചെയ്തു. അപ്പൊ AXലിരിക്കുന്ന വാല്യൂ പോവൂലോ, അതുകൊണ്ടാണ് അതിനെ DSലേക്ക് മാറ്റിയത്. മൂവ് AL, നമ്പർ 1. പിന്നെ എന്നാ പറഞ്ഞ ആഡ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്.
AL ഓട്ടോമാറ്റിക്കലി ഒരു വാല്യൂ ഉണ്ട്, അത് അക്യുമുലേറ്റർ ആണ്. സോ ആഡ് AL, num2 num2ലേക്ക് മാറ്റി ആഡ് ചെയ്യും. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ആ വാല്യൂ AL വെക്കാനല്ല, കാരണം ആഡ് AL, num2 എന്ന് പറഞ്ഞാൽ num1ഉം num2 ആഡ് ചെയ്ത് AL ഇരിക്കും. നമുക്ക് AL ഇരുന്നാൽ പോരാ, സം എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് പോണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, മൂവ് സം, AL. നമ്മള് AL ഇരിക്കുന്ന വാല്യൂവിനെ സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറ്റി. അപ്പൊ നമ്മുടെ അഡീഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോ ഉള്ളത് നമ്മളോട് പറഞ്ഞേക്കുന്നത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്ന്. അപ്പൊ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, നോർമലി നമ്മളൊരു മെസ്സേജ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അത് നമ്മൾ MSG1 എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഡിസ്പ്ലേ ആവണം എന്നുണ്ട് എങ്കിൽ DX ഡെസ്റ്റിനേഷൻ ലിസ്റ്റിൽ കൊണ്ടുപോയി വെക്കണം. അപ്പൊ എന്ത് ചെയ്തു, DX എന്ന് പറയുമ്പോൾ 16 ബിറ്റ് ആണ്. LEA DX, MSG1 ലോഡ് ഇഫക്റ്റീവ് അഡ്രസ് ഓഫ് message1 to DX. പിന്നെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇന്ററപ്റ്റ് കോൾ ചെയ്തു, മൂവ് AH, 09H. ഡോസ് ഫംഗ്ഷൻ കോൾ ചെയ്തു ആദ്യം. അപ്പൊ ഇപ്പൊ AHൽ ഇരിക്കുന്നത് ആരാ, 09 ആ. 09 എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ പഠിച്ചേ, സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാ, ഇൻറ്റു 21H. അപ്പൊ എന്ത് പറ്റി, ഇപ്പൊ ഈ LEA ഈ 3 കോഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മെസ്സേജ് ഡിസ്പ്ലേ ആയി. ഏതൊക്കെയാ, എല്ലായിടത്തും മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്ന ഇങ്ങനെയാട്ടോ, അതിന് വേറെ ഒരു മാറ്റവും ഇല്ല. LEA DX, വേരിയബിൾ നെയിം, ഹിയർ ഇറ്റ് ഈസ് MSG1, then move AH, 09H. പിന്നെയുള്ളത് ഇൻറ്റു 21H. ഉണ്ടോ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്, സമ്മ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ സമ്മ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റിജർ വാല്യൂ ആണ്. അപ്പോൾ അതിനെ എങ്ങോട്ടേക്ക് വെച്ച്, ഇവിടെ മെസ്സേജ് DX വെച്ചത് 16 ബിറ്റ് വേണം, ഇവിടെ DL മതി. സം, DL, DL, സമ്മ്. പിന്നെയോ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി 02H വേണമെന്നാണ് പറഞ്ഞത്. AH, 02H ഇൻറ്റു 21H. അപ്പൊ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയി. ഇനി എന്ത് ചെയ്യണം, പ്രോഗ്രാം എൻഡ് ചെയ്യണം അല്ലെ. പ്രോഗ്രാം എൻഡ് ചെയ്യാനായിട്ട് മൂവ് 4CH എന്നോ 4C00H എല്ലാം ഒരുപോലെ എടുക്കും. നിങ്ങളുടെ പുതിയ പുസ്തകത്തിൽ 4H എന്നോ 4CH എന്നോ കണ്ടോ കൊടുത്തേക്കുന്നെന്ന് തോന്നുന്നു. 4CH എന്നും കൊടുക്കാം, 4C00H എന്നും കൊടുക്കാം. പിന്നെ ഇൻറ്റു 21H. അപ്പൊ എന്താ, റിട്ടേൺ ടു ഡോസ് ആണ്. മെയിൻ NP അതെന്താ, മെയിൻ പ്രോക്ക് ആദ്യം വിളിച്ചായിരുന്നു അല്ലെ, അപ്പൊ അത് എന്ത് ചെയ്തു, പിന്നെ എന്തെന്ന് കൊടുത്തു. ഇത്രയാണ്. പിന്നെ നിങ്ങളുടെ പുസ്തകത്തിലെ കോഡും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഹറിയിൽ ഒരു എന്താ, നമ്മൾ ഭയങ്കര ധൃതി വെച്ചൊരു ഹരിവരി റീഡിങ് ആണെങ്കിൽ ഇച്ചിരി പാടാണ്. ഇത് ആ ലാബിൽ അന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന രീതി വെച്ചിട്ട് എഴുതിയ പ്രോഗ്രാമാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഇത്തിരി കൂടി ഒരു വ്യത്യാസത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രണ്ടും കൺസെപ്റ്റ് ആണ്, ഏതേലും എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. ഈ പ്രാവശ്യത്തെ കാര്യം എനിക്കറിയില്ല. ലാബ് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പ്രോഗ്രാം ചോദിക്കുമായിരുന്നു, അത് എഴുതിയില്ലെങ്കിൽ തോറ്റും പോവായിരുന്നു. കാരണം എന്തെങ്കിലും എഴുതാൻ അറിയണമല്ലോ. പക്ഷെ ഇപ്രാവശ്യം അത് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ലാബുണ്ടോ? ഇല്ലല്ലോ. പ്രാക്ടിക്കൽ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആരും, എല്ലാരും ഉറങ്ങിയോ 10 മണി ആയപ്പോഴത്തേനും? പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടൊരു പ്രോഗ്രാം. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ ബുക്കിലും ഉള്ളത്. പിന്നെ ഇതിന്റെ അകത്ത് അതായത് ടൈപ്സ് ഓഫ് അസംബ്ലി പ്രോഗ്രാം, ഇത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കോം പ്രോഗ്രാംസും EXE പ്രോഗ്രാംസും. കോം പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ കമാൻഡ് റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ്. EXE പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അതായത്
എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ് ആണ്, സെപ്പറേറ്റ് സെഗ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ബൈനറി ഇമേജ് ഓഫ് ദ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ആൻഡ് ലോഡഡ് ഇൻ ദ മെമ്മറി ആൻഡ് ഇറ്റ് ബിഗിൻസ്. അതായത് കോം പ്രോഗ്രാംസ് കുറച്ചുകൂടെ ഈസി ആണ് റൈറ്റ് ചെയ്യാനായിട്ട്, പക്ഷെ EXE പ്രോഗ്രാംസ് ആണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ കാര്യം. നമ്മൾ സാധാരണ കൂടുതലായിട്ടും നമ്മൾ പറയുന്നത് EXE പ്രോഗ്രാംസ് ആണ്. ഡിസ്ക് വിത്ത് എക്സ്റ്റൻഷൻ EXE ആൻഡ് ലോങ്ങർ ദാൻ ദ ഇക്വലന്റ് കോം പ്രോഗ്രാം ആസ് എ GC പ്രോഗ്രാം അസോസിയേറ്റഡ് വിത്ത് EXE ഫയൽസ്, എക്സിക്യൂട്ടബിൾ ഫയൽസ് ആണ്. ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഡീബഗിങ്ങിന് എളുപ്പമാണ്, എക്സിക്യൂഷൻ എളുപ്പമാണ്, ലിങ്ക് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്, റീലൊക്കേഷൻ എളുപ്പമാണ്. അതൊക്കെയാണ് EXE പ്രോഗ്രാമിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ എന്തേലും അറ്റോ മുറിയൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾ ബുക്സ് വായിക്കാം. കമാൻഡ് ഒക്കെ പഠിക്കുമ്പം സിൻടാക്സും ഒരു എക്സാമ്പിളും പഠിക്കുക. ഇന്ററപ്റ്റ് വെക്റ്റർ ടേബിള്, കോം പ്രോഗ്രാമിങ്, അതൊക്കെ പിന്നെ ഇതിന്റെ രജിസ്റ്റേഴ്സ്, ഇതൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം ചോദിക്കുക. കാരണം നിങ്ങൾക്ക് ലാബില്ലല്ലോ.